വൈകുന്നേരം മനസ്സിനെ ശാന്തമായിട്ടൊരു സൂര്യാസ്തമയമൊക്കെ കണ്ടിരിക്കണമെന്ന് ആഗ്രഹിക്കാത്ത ആരും ഉണ്ടാവില്ല. അതിന് പറ്റിയൊരു സ്ഥലത്തേക്കാണ് ഇന്നത് നമ്മുടെ യാത്ര. തിരുവനന്തപുരം ജില്ലയിൽ ചിറയൻകീഴിൽ പെരുങ്ങൊഴിക്ക് അടുത്തായിട്ടാണ് കോളം എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം നിലനിൽക്കുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആരും നിരാശരായി പോകേണ്ടി വരില്ല. കാരണം അത്രയധികം മനോഹരമായ കാഴ്ചകളാണ് നമുക്കിവിടെ കാണാനുള്ളത്. ചിറയൻകീഴിൽ നിന്നും പെരുങ്ങൊഴിയിലേക്ക് വരുമ്പോൾ അവിടെ അടുത്തായി ഒരു ബസ് സ്റ്റോപ്പ് കാണാം. ഈ ബസ് സ്റ്റോപ്പിന് മുൻപേ റൈറ്റിൽ കിടക്കുന്ന ഈ ഒരു വഴിയെ പോയാൽ നമ്മൾ നേരെ ചെന്ന് നിൽക്കുന്നത് ഒരു കായലിൻ്റെ തുമ്പത്താണ്. ഇവിടേക്ക് വരാനുള്ള വഴി ഗൂഗിൾ മാപ്പ് നോക്കിയാൽ ആറാട്ടുകടവ് റോഡ് എന്ന് കാണിച്ചിട്ടുണ്ട്. കണ്ടൽ ചെടിയുടെ കായ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്നതാ കാണും. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്, അതുകൊണ്ടാണ് നിങ്ങളെ കൂടെ കാണിച്ചത്. അതുപോലെ ഈ കാണുന്നത് ഇവിടുത്തെ ഒരു ചെറിയ അമ്പലമാണ്. ഒരു കുഞ്ഞു പ്രതിഷ്ഠയൊക്കെ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നപ്പോൾ ഒരു പ്രത്യേക പോസിറ്റീവ് എനർജിയൊക്കെ ഉണ്ടായിരുന്നു. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു ചെറിയ കയർ ഫാക്ടറിയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കയറുണ്ടാക്കുന്നതെല്ലാം കാണാൻ പറ്റും. ഞാൻ വന്നപ്പോൾ ഇവിടെ പ്രവർത്തനമായിരുന്നില്ല. അതുപോലെ തന്നെ ഈ കാണുന്നത് ഇവിടെ പ്രധാനമായും കയറുണ്ടാക്കുന്നതിനുള്ള ഉപകരണങ്ങളാണ്. കയർ തല്ലുന്നതും പിരിക്കുന്നതും ഒക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം. ഇതെൻ്റെ സുഹൃത്ത് മഹി. ഇവനാണ് എനിക്ക് ഈ സ്ഥലം പരിചയപ്പെടുത്തി തന്നത്. വള്ളം കണ്ട് ആരും ചാടി കയറാനൊന്നും നിൽക്കേണ്ട. കാര്യം നല്ല ആഴമുള്ള സ്ഥലമാണ്. അതുകൊണ്ട് വെള്ളത്തിലിറങ്ങാനും വള്ളത്തിൽ കയറാനൊന്നും ആരും ശ്രമിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇങ്ങോട്ടേക്ക് വന്ന വഴിയിൽ തന്നെ തിരിച്ചു പോകുമ്പോൾ വലതുവശത്തായിട്ടൊരു തിരിവ് കാണാം. ഈ റോഡ് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരുപാട് ഗ്രാമക്കാഴ്ചകളും എല്ലാം കാണാൻ കഴിയും. കുറേ നല്ല ആളുകളും അങ്ങനെ കുറേ നല്ല കാഴ്ചകൾ നമുക്ക് ഇനി അങ്ങോട്ടുണ്ട്. കായലിൽ നിന്നും കൃഷിയിടങ്ങളിലേക്ക് വെള്ളം കൊണ്ടുപോകുന്നൊരു തോടാണ് ഈ കാണുന്നത്. ഇതുപോലത്തെ ഒരുപാട് കനാലുകൾ നമുക്കിവിടെ കാണാൻ കഴിയും. ഞാനിതിൽ കുറച്ചിറങ്ങി നടന്നു. സത്യത്തിൽ എനിക്ക് ഇതുവഴിയൊക്കെ നടന്നപ്പോൾ തോന്നുന്നത് കുട്ടനാടിൻ്റെ ഒരു ടച്ചാണ്. കാരണം ഈ കാണുന്ന വരമ്പും കനാലും വീടുമൊക്കെ ഒരു മൊത്തത്തിലൊരു ആലപ്പുഴ ടച്ച്. ഇവർ രണ്ടുപേരും ഇവിടെ വീടുണ്ടാക്കി കളിക്കുകയാണ്. ഞാൻ കുറച്ചു നേരം സംസാരിച്ചു ഇവരോട്. പക്ഷേ ഇവർക്ക് ക്യാമറയുടെ മുൻപിൽ വരാൻ വയ്യ, ഒരു മടി. ദൂരെ കാണുന്ന ആ ഒരു വീടും കന്നുകാലികളും മൊത്തത്തിൽ ഈ ഒരു പച്ചപ്പും എല്ലാം കൂടെ ആയപ്പോൾ കണ്ണിന് തന്നെ പ്രത്യേക ഒരു ആനന്ദമായിരുന്നു. സ്വർഗതുല്യമായ കാഴ്ച എന്നൊക്കെ പറയുന്നത് പോലെ ഒരു എന്താ പറയുക, പ്രത്യേക ഭംഗി. ഈ കാണുന്ന നായക്കുട്ടൻ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരാളാണ് കേട്ടോ. പിന്നെ ഇവിടെ കുറേ കുഞ്ഞു കുട്ടികളുണ്ട് കേട്ടോ. എനിക്ക് സത്യത്തിൽ ഇവിടെ നിന്നപ്പോൾ ഇവരെയൊക്കെ കണ്ടപ്പോൾ എൻ്റെ കുട്ടിക്കാലമാണ് ഓർമ്മ വന്നത്. സമയം 5 മണി കഴിഞ്ഞു. നേരം ഇരുട്ടി വരുന്നു. ഇനിയും കാഴ്ചകൾ നമ്മളെ കാത്തിരിപ്പുണ്ട്. പ്രധാനപ്പെട്ട വ്യൂ പോയിന്റിലേക്ക് എത്താൻ കുറച്ചുകൂടി ദൂരം ഇവിടെ നിന്നും പോകണം. നോക്കത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന കായൽ. ഇതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വ്യൂ പോയിന്റ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ കായലിൻ്റെ കാഴ്ച നമുക്ക് വളരെ മനോഹരമായിട്ട് കാണുവാൻ കഴിയും.
മലയാളത്തിൽ പൃഥ്വിരാജ് നായകനായ കോൾഡ് കേസ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു മൂവിയുടെ ലൊക്കേഷൻ കൂടിയാണിത്. ഇതുപോലുള്ള ചെറിയ കനാലുകൾ വഴിയാണ് ഇവർ കായലിൽ നിന്നുള്ള വെള്ളം കൃഷിയിടങ്ങളിലേക്ക് ഒഴുക്കി വിടുന്നത്. സമയം ഇപ്പോൾ 6:30 മണി കഴിഞ്ഞു. സൂര്യൻ പടിഞ്ഞാറ് അസ്തമിച്ചു തുടങ്ങി. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായ അസ്തമയം എന്ന് വേണമെങ്കിൽ പറയാം. അത്രയധികം ഭംഗിയായിരുന്നു ഇവിടെ നിന്നുള്ള ആ ഒരു സൂര്യാസ്തമയം കാണാനായിട്ട്. ഈ ഒരു യാത്ര എനിക്ക് എന്തായാലും മറക്കാൻ കഴിയില്ല. കാരണം അത്രയധികം നല്ല ഭംഗിയുള്ള കാഴ്ചകൾ എനിക്ക് ഇവിടെ നിന്നും കിട്ടി. അതുമാത്രമല്ല കുറേ നല്ല കൂട്ടുകാരെയും. ഈ ഒരു വീഡിയോ ഞാൻ എന്തായാലും വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് ഞാനും പ്രതീക്ഷിക്കുന്നു. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ഓക്കെ, ബൈ ബൈ.